ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കർവ് ലൈനൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. അതിനായിട്ട് ഞാൻ ഒരു നോട്ട്ബുക്കിൽ നിന്നാണ് പേപ്പർ ഇങ്ങനെ സെൻറ്ററിൽ നിന്നാണ് വലിച്ച് കീറി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുപോലെ വരച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കൂടെയും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ആദ്യം ഇതുപോലൊരു കർവ് ലൈനാണ് വരച്ചു കൊടുത്തത്. എന്നിട്ട് ഇതുപോലൊരു വേവ് ലൈനും ഇങ്ങനെ കുറച്ച് വലുതായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. കണ്ടോ, നെക്സ്റ്റ് ഞാൻ എങ്ങനെ വരയ്ക്കണമെന്ന് നോക്കിക്കോളൂ. കണ്ടോ, ഇതുപോലെയാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി ഒരു സ്കാലപ്പ് ഡിസൈനും വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ടൊരു ഹാർട്ട് ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കോയിൻ എടുത്തിട്ട് ആദ്യം ഒരു കുഞ്ഞ് സർക്കിൾ വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഔട്ട്സൈഡായിട്ട് കുറച്ച് വലിയ സർക്കിൾ, അതിന് കാലം വലിയ സർക്കിൾ, അങ്ങനെ നമുക്ക് ഒരു 4-5 സർക്കിൾ വരച്ചു കൊടുക്കാം. ഇനി ഞാൻ ഓവൽ ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഓവൽ ഷേപ്പ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും വരച്ചതിന് ശേഷം ഇത് ഇത്രയും എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് കാണാം. ഞാനിവിടെ എങ്ങനെ പിക്ചർ വരച്ചിട്ടുണ്ട് അതുപോലെ കറക്റ്റായിട്ട് അതിൻ്റെ പുറത്തുകൂടെ സ്റ്റിച്ച് ചെയ്യണം. ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് പേപ്പറൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ കറക്റ്റായിട്ട് നീഡിൽ ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്ലോ ആയിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ. അതുപോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ കൈ കൊണ്ട് പതുക്കെ ഈ പേപ്പറിനെ പതുക്കെ തിരിച്ച് കൊടുക്കണം. അതുപോലെ പതുക്കെ ആ കൈ കൊണ്ട് ആ ഫൂട്ടിനെ ഒന്ന് പതുക്കെ പൊക്കിയും താഴ്ത്തിയും ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുത്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരണം. കറക്റ്റ് നമ്മുടെ ഒരു കൈ കൊണ്ട് ഈ 2 കൈ കൊണ്ടും നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കാം. കണ്ട, ആദ്യത്തെ കർവ് ലൈൻ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് വശത്ത് കാണാം ഞാൻ എങ്ങനെ വരച്ചിട്ടുണ്ട് അതുപോലെയാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത വേവ് ലൈൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് അതുപോലെ തന്നെ ഈ പേപ്പറിന് ഒരു കാരണവശാലും നമ്മൾ ഇപ്പുറത്ത് വയ്ക്കാൻ പാടില്ല. ഇപ്പുറത്ത് വശം വേണം വെച്ചിട്ട് സ്റ്റാർട്ടിങ് പോയിന്റിൽ നൂലിന്, അതായത് സൂചി, നമ്മൾ നൂലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, സൂചി ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ കൊണ്ടുവച്ചതിന് ശേഷം നമുക്ക് പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കൈ കൊണ്ട് പതുക്കെ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് കറക്കി കൊടുക്കാം. അതുപോലെ ഫൂട്ടിനെയും നമ്മൾ ആ ഒരു കൈ കൊണ്ട് പതുക്കെ പൊക്കി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് പതുക്കെ സ്ലോ ആയിട്ട് വേണം നിങ്ങളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ അത് നമുക്ക് ഫുള്ള് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ കർവ് ലൈൻ നമുക്ക് നെഗ് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ ആം ഹോളൊക്കെ ഇങ്ങനെ കർവായിട്ട് വരുന്നതാണ്, അവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസാകും. ഇത് നന്നായിട്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അതായത് നമുക്ക് ആ കർവ് ലൈൻ വന്നില്ലെങ്കിൽ അത് കുറേ പ്രാവശ്യം നിങ്ങൾ വരച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ വെറുതെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് നൂലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, അതൊന്നും വേസ്റ്റ് ആകുന്നില്ല. വെറുതെ പേപ്പറിൽ വരച്ചിട്ട് നിങ്ങൾ പ്രിൻ്റ് എടുക്കാൻ പറ്റാത്തവർ ഇതുപോലെ വരച്ച് കൊടുത്താൽ മതി. വരച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഡിസൈൻ കണ്ടോ, അതും ഇതുപോലെ സ്ലോ ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. പതുക്കെ പേപ്പറിനെ ഇങ്ങനെ തിരിച്ചും ആ ഫൂട്ടിനെ ഒന്ന് പതുക്കെ പൊക്കി കൊടുത്തും അങ്ങനെ തിരിയുന്ന സ്ഥലത്തൊക്കെ പതുക്കെ ഫൂട്ടിനെ പൊക്കിയിട്ട് പേപ്പർ അങ്ങനെ തിരിച്ച് വെച്ചിട്ടും അങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. നിങ്ങൾക്ക് വെറുതെ വേസ്റ്റായിട്ട് കിടക്കുന്ന പേപ്പറുകളെല്ലാം എടുത്ത് ഇതുപോലെ നിങ്ങൾ വരച്ച് കുറേ പ്രാവശ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ക്ലോത്തിലൊന്നും സ്റ്റിച്ച് ചെയ്യാൻ പേടിക്കേ വേണ്ട, അതെല്ലാം കറക്റ്റായിട്ട് വന്നോളും. ഇതിനേക്കാളും ക്ലോത്തിൽ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാം. ഇതൊന്നും നിങ്ങൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഈ ലൈൻ ഫുള്ള് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കാലപ്പ് ഡിസൈനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ച് പേപ്പർ സ്ലോ ആക്കിയിട്ട് നിങ്ങൾ സ്ലോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം. പേപ്പർ അങ്ങ് തിരിച്ച് കൊടുക്കണം. ഒരു കൈ കൊണ്ട് ഫൂട്ടിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ഈ കർവ് ലൈനൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ആരും തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതെനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് വിടാൻ പാടില്ല. ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ ഒരു പെർഫെക്ഷനോടുകൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. മെഷീനിൽ അങ്ങനെ ചവിട്ടി കൊടുക്കുന്ന ഒരു ഇൻട്രസ്റ്റ് അല്ലേ, അതങ്ങനെ തന്നെ നിങ്ങൾ ആ ഇൻട്രസ്റ്റോടുകൂടെ ഇരുന്ന് തന്നെ ഇത് പഠിക്കണം. ഇനി ആ സ്കാലപ്പ് ഡിസൈൻ കണ്ടോളൂ, അതും ഇതുപോലെ തന്നെയാണ്, സെയിം പ്രൊസീജിയർ തന്നെയാണ്. സ്ലോ ആയിട്ട് തിരിച്ച് കൊടുത്ത് എന്നിട്ട് അങ്ങനെ മുകളിൽ വന്നതിന് ശേഷം സ്റ്റോപ്പ് ചെയ്ത് ആ പേപ്പറിനൊന്ന് തിരിച്ച് കൊടുക്കണം. സ്ലോ ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഒരു കൈ കൊണ്ട് നമുക്ക് 2 കൈ കൊണ്ട് ആവശ്യപ്പെടുന്ന സ്ഥലത്ത് 2 കൈ കൊണ്ടും നമുക്ക് ആ പേപ്പറിനെ തിരിച്ച് കൊടുക്കാം. ഒരു കൈ കൊണ്ടാണെങ്കിൽ ഒരു കൈ കൊണ്ട് വേറെ വലത്തെ കൈ കൊണ്ട് നമുക്ക് ഫൂട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ കർവ് ലൈനെല്ലാം നിങ്ങളൊന്ന് നീറ്റായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം.
സ്കാലപ്പ് ഡിസൈൻ ഫുള്ളും നിങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഹാർട്ട് സ്റ്റിച്ച് ചെയ്യാം. അതും ഇതുപോലെ തന്നെയാണ്. നമുക്ക് ആ ലൈനിൻ്റെ പുറത്തുകൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഉറപ്പായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അതിൻ്റെ പുറത്തുകൂടെ തന്നെ നീറ്റായിട്ട് ആ പുറത്തുകൂടെ സ്റ്റിച്ച് ചെയ്യുന്നത് വരയ്ക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ആ ലൈനിൻ്റെ പുറത്തുകൂടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് വരെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. പേടിക്കേണ്ട, കാണുമ്പോൾ എന്തോ പോലെ തോന്നും, പക്ഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ്. ഹാർട്ട് ഷേപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സർക്കിൾ സ്റ്റിച്ച് ചെയ്യുക. സർക്കിൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം തന്നെ നിങ്ങൾ ചാടി വീഴുന്ന ആ കുഞ്ഞ് സർക്കിൾ സ്റ്റിച്ച് ചെയ്യേണ്ട. ആദ്യം ഔട്ടറിലിരിക്കുന്ന വലിയ സർക്കിൾ സ്റ്റിച്ച് ചെയ്ത് പതുക്കെ അങ്ങോട്ട് നിങ്ങൾ കുഞ്ഞ് സർക്കിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നാലും നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു പ്രാക്ടീസ് അതിൽ കിട്ടത്തുള്ളൂ. ഇത് നമ്മളിങ്ങനെ കറക്കിയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ പേപ്പർ ഇപ്പുറത്ത് വശത്തൊക്കെ വരും. നമ്മൾ കറക്കിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് അതിപ്പുറത്ത് വന്നാലും പ്രശ്നമില്ല. അതങ്ങനെ നിങ്ങൾ കറക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഓവൽ ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യം കുഞ്ഞിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യേണ്ട, വലുതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് ചെറുതിലോട്ട് പോയാൽ മതി. ഞാനിത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുറേ ഡിസൈൻസ് കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യമുള്ളൊരു പ്രിൻ്റ് എടുത്ത് അതിൻ്റെ പുറത്തുകൂടെ പ്രാക്ടീസ് ചെയ്യാം. ഇല്ല, വരയ്ക്കാൻ അറിയുന്നുള്ളവർ വരച്ചും അതിൻ്റെ പുറത്തുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് വരച്ചുകൂടി കാണിച്ചു തന്നത്. അതുപോലെ നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല. കേർഡ് ലൈനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല. പക്ഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്തുകൂടി തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ലൈക്ക് കൂടി ചെയ്യണേ. നിങ്ങൾ എവിടെ ഇരുന്നാണ് കാണുന്നത് എന്നുള്ള പ്ലേസ് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്താൽ മാത്രമേ ഇത് എല്ലാവരുടെ അടുത്തേയും പോയി ചേരത്തുള്ളൂ. അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാനായിട്ട് താല്പര്യമുള്ളവരുടെ അടുത്തൊക്കെ ഇതൊന്ന് പോയി ചേരും. അപ്പോൾ അവർക്കൊന്ന് യൂസ്ഫുൾ ആയിട്ടിരിക്കും. അതുകൊണ്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു.